എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണം. നമ്മളെ ആരുടെയും മുന്നിൽ ആശ്രിതരായി നിൽക്കരുത്. ബാബുസ്വാമിയുടെ ആത്മീയത എന്താണ്? നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ പരമാനന്ദം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതല്ലേ സ്വാമി? ഇല്ല. മഹാചണ്ഡാള ബാബാജിയുടെ ജയന്തി ദിനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അങ്ങ് അറിഞ്ഞിരുന്നോ, അങ്ങ് ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി ചാടുമെന്ന്? ഞാൻ നാഗസൈരന്ധ്രി ദേവി, അവരുമായി എത്ര കാലത്തെ പരിചയമുണ്ട് അങ്ങേക്ക്? അവർ നാഗസൈരന്ധ്രി ദേവിയാണോ അതോ? അവരെ നമ്മൾ കാണുന്നതും ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ടു, അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അവർക്കുള്ളിലെ ബോധത്തെ തിരിച്ചറിയാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. നാഗസൈരന്ധ്രിക്ക് അങ്ങനെ ഒരു ഗുരു ഇല്ലായിരുന്നു, അതിൻ്റെ പ്രശ്നമാണോ? നമ്മളിലുണ്ടാകുന്ന പല അറിവുകളും നമ്മളിലൂടെ തേടി വരുന്നവർക്ക് നമ്മൾ പങ്കുവയ്ക്കും. മഴ കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബാബുസ്വാമിയാണ്. ആ പേര് തന്നെ ധാരാളമാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് പരിചിതമാകാൻ. സോഷ്യൽ മീഡിയയിലൂടെ പല കഥകളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സന്യാസി വര്യന്മാർ, ഒരുപാട് സ്വാമിമാരൊക്കെ ജനഹൃദയങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും ഒരു ചടങ്ങിൽ മറ്റൊരാൾ വിളിച്ച ഒരു പേരിൽ നിന്ന് ആളുകൾക്ക് ഇടയിലേക്ക് എത്തുകയും അദ്ദേഹത്തെ ഒരുപാട് പേർ കളിയാക്കുകയും പിന്നീട് അദ്ദേഹം ആരാണ് എന്നറിഞ്ഞപ്പോൾ മലയാളി സമൂഹം ചേർത്ത് പിടിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത പാലക്കാടിൻ്റെ സ്വന്തം ബാബുസ്വാമി. ബാബുസ്വാമി നമസ്കാരം. നമസ്കാരം. ബാബുസ്വാമി, അങ്ങയെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം, അങ്ങ് പകൽ സമയങ്ങളിൽ അങ്ങയുടെ കർമ്മ മേഖലയിൽ തൊഴിലെടുക്കുകയും അങ്ങ് മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നീടുള്ള സമയങ്ങൾ ആത്മീയ തലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങയെക്കുറിച്ച് ഒരു പേഴ്സണലായി അങ്ങ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങ് എന്താണ് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരെ പോലെയും ഒരു ആത്മാവാണ്. എല്ലാവരും സാധാരണ ഒരു ജീവനാണ്. അത്രയാണ് ഞാൻ പറയാനുള്ളത്. സാധുവായിട്ട് സാധാരണക്കാരായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷെ കെട്ടിലും മട്ടിലും അങ്ങയുടെ രൂപത്തിലുമൊക്കെ അങ്ങയ്ക്കൊരു സിദ്ധൻ്റെ, സന്യാസിവര്യൻ്റെ ഒക്കെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങയുടെ ശിഷ്യഗണങ്ങൾ, അങ്ങയെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം അങ്ങയെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വാമിയായി മാറുന്നത്? ഇപ്പോൾ ഓരോ നമ്മുടെ പാരമ്പര്യമനുസരിച്ച് പറഞ്ഞാൽ ഓരോ ഗുരുക്കന്മാരെയും, നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മൾക്കെല്ലാവർക്കും വഴികാട്ടികളായിരുന്നു. ഈ ഗുരുക്കന്മാരെ സിദ്ധന്മാരായും അവധൂതന്മാരായും സന്യാസികളായും ഋഷികളായും മഹർഷിമാരായും എല്ലാം അവരുടെ തലങ്ങൾക്കനുസരിച്ചിട്ടാണ് നാം ഓരോരുത്തരും കണക്കാക്കുന്നത്. ഇത് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, അവരുടെ ഈ സമൂഹത്തിലെ ഓരോ ജീവനോടും എങ്ങനെ ഇടപഴകുന്നു, അതിനനുസരിച്ചിട്ട് ആണ് അവരിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന നന്മകൾ, അവർക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും, പ്രപഞ്ച സത്യത്തിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ പല അറിവുകളുമാണ് നമ്മുടെ സിദ്ധന്മാർ കൈക്കൊണ്ടത്. ആ ഒരു സിദ്ധ സമ്പ്രദായത്തിലൂടെ സിദ്ധ സാധനകളൊക്കെ ചെയ്ത് അങ്ങനെ ചെറിയ ഒരു രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സാധന, സിദ്ധ സമ്പ്രദായം, അങ്ങയുടെ എത്രാമത്തെ വയസ്സിലാണ് ഈ സിദ്ധ സമ്പ്രദായത്തിനോട് താല്പര്യം തോന്നുന്നത്? ഈ ഒരു എൻ്റെ ഒരു വഴി ഇതാണ് എന്ന തിരിച്ചറിവുണ്ടായത്? നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗുരുനാഥൻ വിളയോടി മണിയേട്ടൻ എന്ന് പറയും. അദ്ദേഹം ഷോർ ഫാക്ടറി ജോലിക്കാരനായിരുന്നു. അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴും ഒരു വെള്ളമുണ്ടും ഒരു ഷാളും ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹം ഈ തലയൊക്കെ പിടിച്ച് കുടുമയൊക്കെ കെട്ടി ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ, മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾക്കൊരു കൗതുകം തോന്നും. എന്താണ്? അങ്ങനെ അന്വേഷിച്ച് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വാമിൻ്റെ ഗുരുനാഥൻ്റെ ആശ്രമത്തിലേക്ക് പോകാൻ സാധിച്ചു. അവിടെ നിന്നാണ് യോഗാഭ്യാസങ്ങളും
സിദ്ധ രീതിയിലുള്ള പ്രാണായാമം. എത്രാമത്തെ വയസ്സിലാണ് അത് 20ാമത്തെ വയസ്സിൽ ഞാനത്. ഇതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണം? ആ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മീയമായിട്ടുള്ള ചിന്തകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബാബുസ്വാമിക്ക് എന്താണ് ബാബുസ്വാമിയുടെ ഒരു കൺസെപ്റ്റിലുള്ള ആത്മീയത? ഇപ്പോൾ ആത്മീയത എന്താണ് എന്ന ചോദ്യം പലരോടും നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. എന്താണ് ആത്മീയത? അങ്ങേക്ക് എന്താണ് ആത്മീയത? ബാബുസ്വാമിയുടെ ആത്മീയത എന്താണ്? നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇത് 50 100 അല്ലെങ്കിൽ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പിലുള്ളതല്ല. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മാറി ചിന്തിക്കണം. ഒരു 500 വർഷം 1000 വർഷം മുന്നിലുള്ള സാഹചര്യമല്ല ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈശ്വരനെ സേവിക്കുകയും ആ ഈശ്വരീയത അറിയുകയും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇത് പലർക്കുമില്ല. കാലത്ത് മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന എല്ലാവരും. പക്ഷേ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അവർക്കറിയുന്നില്ല. കുറേ പണം കിട്ടുന്നു, ആ പണം ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, കുറേ സന്തോഷം ഉണ്ടാകുന്നു, പിന്നെ അതിൽ നിന്ന് ദുഃഖം ഉണ്ടാകുന്നു. പിന്നെ ഈ സമ്പാദ്യത്തിനോട് അവരുടെ ജീവിതശൈലിയിലാണ് അവർക്ക് പല ദുഃഖങ്ങളും വരാൻ കാരണം. ആ രോഗം, പിന്നെ അത്യാർത്തി, അതൊക്കെ വരുമ്പോൾ മാനസികമായ ദുഃഖങ്ങൾ നാളെ ഉണ്ടാകും, ഉറപ്പാണ്. ആനന്ദം കിട്ടണമെങ്കിൽ ആനന്ദത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ശിഷ്യ പരമ്പരകളിൽ എല്ലാവരും പറയുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നവർക്ക് ആനന്ദത്തോടെ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ എന്ത് കിട്ടിയാലും ഏത് കാര്യം ചെയ്താലും നമ്മളതിൽ ആനന്ദത്തോടെ ജീവിക്കണം. ജീവിതം കുറച്ച് കാലമേ ഈ ശരീരത്തിൽ നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ആനന്ദം കണ്ടെത്താൻ സാധിക്കുക? അതിന് നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നല്ലവണ്ണം ചിന്തിച്ചിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയും നല്ലത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ചിലവ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ധർമ്മം അധർമ്മമായി മാറില്ലേ? ചിലവ ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ സ്വഭാവശീലങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു ബന്ധങ്ങളെയുമല്ല ഉപദേശിക്കാൻ പറഞ്ഞത്. നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മവാസനകളായിട്ടുള്ള ചില വാസനകൾ, നമ്മൾ അടുത്തവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ദുസ്വഭാവങ്ങൾ, നുണകൾ, ഇതൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് നാളെ തിരിച്ചടിക്കും. അത് ആ ഉപബോധ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മൾക്ക് പല വ്യാധികളും ഉണ്ടാക്കും. ഇതൊന്നും സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളെ തേടി വരുന്നവരും നമ്മളെ അന്വേഷിച്ച് വരുന്നവരും ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു സ്വാത്വികമായ ജീവിതം പിന്തുടർന്നാൽ പരമാനന്ദത്തിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. വളരെ എളിമയോടുകൂടി ജീവിച്ച സാത്വികനായ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. വേണമെങ്കിലല്ല, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യം വെടിയേറ്റ് വേദനാപൂരിതമായിരുന്നു എന്നുള്ളതാണ്. സാത്വികനായ മനുഷ്യൻ എന്നുള്ളത് നമ്മൾക്കറിയാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മത്തിലല്ല, നമ്മൾക്ക് പൂർവ്വജന്മങ്ങളുണ്ട്, ഇനിയും ജന്മങ്ങളുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മത്തിൽ അദ്ദേഹം എന്തായിരുന്നു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുമോ? ആ ജന്മത്തിൻ്റെ കർമ്മഫലമായിക്കൂടെ അത്? അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ പരമാനന്ദം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതല്ലേ സ്വാമി? ഇല്ല. പൂർവ്വജന്മ ദുരിതങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നേരെ ജീവിച്ചാലും എന്തെങ്കിലുമൊക്കെ ദുരിതക്കയത്തിൽ അസുഖങ്ങളായോ കുടുംബ പ്രശ്നങ്ങളായോ താൻ അറിയാതെ പോലും ചെന്നുവിടുന്ന പ്രശ്നങ്ങളായോ ഒക്കെ മാറില്ലേ? ഇപ്പോൾ അങ്ങയുടെ കാര്യം തന്നെ എടുക്കൂ. അങ്ങ് മഹാചണ്ഡാള ബാബാജിയുടെ ജയന്തി ദിനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അങ്ങ് അറിഞ്ഞിരുന്നോ, അങ്ങ് ചിന്തിച്ചിരുന്നോ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ പോയി ചാടുമെന്ന്? ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നന്മ നമ്മളെ തേടി വരും. നമ്മളെ അനുഷ്ഠിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അനുവർത്തിച്ച് പോയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സത്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ നല്ലത് തേടി വരും. എങ്കിലും ഒരു നിമിഷമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മനസ്സിന് വിഷമം ഉണ്ടായില്ലേ? ഇല്ല ഇല്ല, എനിക്ക് ആനന്ദമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഓരോരുത്തരും നമ്മളെ ട്രോളുന്നത് അത് അവരുടെ
ചിന്തിക്കാനുള്ള ചിന്താശേഷി കുറവായതുകൊണ്ടാണ്. നമ്മളിപ്പോൾ അങ്ങയെക്കുറിച്ചൊരു കാര്യം പറയണമെങ്കിൽ അങ്ങയോടുകൂടി 1-2 ദിവസം താമസിക്കണം, അല്ലെങ്കിൽ അങ്ങയോടുകൂടി യാത്ര ചെയ്യണം, അങ്ങയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണം. അല്ലാതെ ഒരു വീഡിയോ കോളിലൂടെയോ ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ വല്ല ഫോട്ടോയിലൂടെയോ കണ്ടതോ അല്ലെങ്കിൽ പേപ്പറിലൂടെയോ കണ്ടതുകൊണ്ട് അങ്ങയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും പറ്റില്ല. അല്ല. അപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ ദിവസം യാത്ര ചെയ്താൽ പോലും പറ്റില്ല, കൂടെ താമസിക്കുന്ന ഇണയെ പോലും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്താശേഷി കുറവായത് കൊണ്ടാണ്. അതായത് പലരെയും, ബാബുസ്വാമിയെ പറയുന്നൊന്നുമില്ല, പലരെയും തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരൊന്നും അറിയുന്നില്ല, അവരെന്താ ചെയ്യുന്നത് പോലും അവർക്കറിയുന്നില്ല. പക്ഷേ ഓരോ തെറിവിളിയും അവനവൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നന്മ കൊടുക്കാൻ പറ്റും. എന്താണോ ഉള്ളിൽ, ധനമുണ്ടെങ്കിൽ മറ്റുള്ളവന് ധനം കൊടുക്കാൻ പറ്റും. ഇല്ല, കടംകാരനാണെങ്കിൽ അത് ആ വാസനയെ വരുള്ളൂ. എനിക്ക് എന്ത് വാസനയാണോ നമ്മുടെ കയ്യിലുണ്ടുള്ളത് അതേ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് സാത്വികമായ ചിന്തയുണ്ട്, ആനന്ദകരമായെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് ആനന്ദം കൊടുക്കാൻ സാധിക്കും. നാഗസൈരന്ധ്രി ദേവി, അവരുമായി എത്ര കാലത്തെ പരിചയമുണ്ട്? അങ്ങേക്ക് അവർ നാഗസൈരന്ധ്രി ദേവിയാണോ അതോ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരുപാട് ദുരിതങ്ങൾ പേറി ജീവിച്ച ഒരു സാധാരണ സ്ത്രീയാണോ? അവരെ നമ്മൾ കാണുന്നതും ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ടു, അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കൊട്ടാരക്കരയ്ക്കിലെ മൈലത്തിനടുത്ത് അവിടെയാണ്. അവർക്ക് വീടിന് വഴിയില്ല, ഒക്കെ വളരെ ദുരിതമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളവരുടെ അത് വീക്ഷിക്കുമായിരുന്നു. പക്ഷേ ഓരോ ജീവനിലും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോ സിദ്ധന്മാരും തെറിവിളിക്കും. കാരണം എന്തറിയോ? അവരോട് അടുക്കാതിരിക്കാൻ. അവർക്ക് സ്വസ്ഥതയാണ് ആവശ്യം. നമ്മൾ അവരെ ശല്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് ഈ തെറിവിളി. പോ. ഇന്നിപ്പോൾ നമ്മൾ ജീവനോടിരിക്കുന്ന ഒരുപാട് സിദ്ധന്മാരെ ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ സിദ്ധന്മാരെയൊക്കെ നേരിൽ പോയി കണ്ടിട്ടുണ്ട്. അവരും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളോട്. ചിലവർ സ്നേഹത്തോടെ സ്വീകരിക്കും, ചിലവർ തെറിവിളിക്കും. അത് കുറച്ച് കഴിഞ്ഞ് അവർ വരുമെന്ന് പറയും. അങ്ങനെ പല രീതിയുണ്ട്. അപ്പോൾ ഇവർ, അതായത് ഒരവസ്ഥ വിട്ട് അവസ്ഥ പോകുമ്പോൾ നമ്മൾ കാണുന്ന ലോകമല്ല അവർ കാണുന്നത്. ഇപ്പോൾ പക്ഷിമൃഗാദികൾക്ക് കാണുന്ന അവരുടെ ലോകമല്ല നമ്മളുടെ ലോകം. നമ്മളിൽ നിന്നും നിങ്ങൾ ദിനം അല്ല, എന്തിനും സാധാരണക്കാരനെ എന്ന് പറയുന്നതല്ല, ആരും ഒരു ജീവിയും ഇന്ന് ജനിക്കുമ്പോൾ ജ്ഞാനമില്ലാത്തവരല്ല ജനിക്കുന്നത്, എല്ലാം ജ്ഞാനികളാണ്. എങ്കിലും കർമ്മഫലങ്ങൾ കൊണ്ട് ഇതെല്ലാം മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ മൂടപ്പെട്ടിരിക്കുന്നതിനെ തുറക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ അടുത്ത് വേണം. അപ്പോൾ അതിനെ പറഞ്ഞു വിടുമ്പോൾ ആ ഫോൾഡർ അവർക്ക് തുറക്കും. നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അറിവ്, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നില്ലേ, 5ാം ക്ലാസ് എത്തിയ 1ാം ക്ലാസ്സിൽ ചേർത്തുന്നു. 1ാം ക്ലാസ് ചേർത്തുന്ന എല്ലാ LKG UKG ചേർത്തുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല. ടീച്ചർ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളതിന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുണ്ടത്, പക്ഷെ അത് തുറക്കുന്നില്ല. അത് മറ്റൊരാൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ അറിവ് പുറത്ത് വരുന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു പരിധി വരെ ഇല്ല. അതായത് ഈ പരിധി വരെ കഴിഞ്ഞാൽ പിന്നെ സ്വയം തുറക്കാനുള്ള കഴിവെത്തും. ആ കഴിവെത്തുമ്പോൾ പിന്നെ അതാണ് ചിന്ത. മേലെ ഉള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അനുഭവങ്ങളിലൂടെ. ഒരു പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞ് ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആഹാരം കൈകൊണ്ട് വാരി കഴിക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സ്വയമാ ഉണ്ടാവും. പക്ഷേ എങ്ങനെ വൃത്തിയായത് വാരി കഴിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരു ഗുരുനാഥനോ ഒരു മാതാപിതാക്കളോ. അത് മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുനാഥൻ. അതെ. അപ്പോൾ ഏതൊരു കാര്യത്തിനും മാതാപിതാക്കളുടെ ആ ശിക്ഷണത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും വന്നത്. അപ്പോൾ അവർക്കുള്ളിലെ ബോധത്തെ തിരിച്ചറിയാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. നാഗസൈരന്ധ്രിക്ക് അങ്ങനെ ഒരു ഗുരു ഇല്ലായിരുന്നു. അതിൻ്റെ പ്രശ്നമാണോ?
അതറിയില്ല. ഗുരു ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് സിദ്ധികളുള്ളൊരു സിദ്ധയാണെന്ന് തന്നെയാണോ അങ്ങ് ഇപ്പോഴും പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. അത് ഇന്നല്ല, ഞാൻ 2019 ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ ഇവരെ തിരഞ്ഞു പോയിരുന്നു. ഇവരെന്താണെന്ന് അറിയണമല്ലോ. നമ്മൾ അറിയാത്ത ഒരാളെയും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ആണ് ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഗുരുവായൂർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത്. അവരപ്പോൾ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് അവരെ കണ്ടുമുട്ടുന്നത്. പിന്നെ അങ്ങനെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. പിന്നെ സംസാരിക്കും, ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കും. അപ്പോൾ ബാബുസ്വാമി, നിങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കില്ല, ഒന്ന് എഴുതിക്കൂടെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിനൊന്നും ആ ഒരു ഇതില്ല. ഞാനൊരു 10ാം ക്ലാസ് മാത്രമായുള്ള ഒരു ജീവനക്കാരനാണ്. കാഷായം ധരിച്ചാൽ, സ്വാമി എന്ന പേര് സ്വീകരിച്ചാൽ പിന്നെ ജോലിക്കൊക്കെ പോകാൻ അല്പം മടിയുള്ളവരാണ് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള സ്വാമിമാരൊക്കെ. പക്ഷെ അങ്ങ് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാവുന്നതാണ്. അങ്ങ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തം ജോലി ചെയ്യുന്നു. പിന്നീട് ഉള്ള സമയങ്ങളിൽ ഈ ശിഷ്യഗണങ്ങൾക്ക് തൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുകയും ധ്യാനവും ഒക്കെ ആയി പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ കണ്ടിട്ടുള്ള സ്വാമിമാർ രണ്ടായി നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം. ഒന്ന്, അന്നത്തെ അന്നത്തിന് വേണ്ടി ഭിക്ഷ തേടി പോകുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദക്ഷിണയൊക്കെ വാങ്ങി കഴിച്ചു പോകുന്ന ആളുകൾ. മറ്റു ചില ആളുകൾ കോടികൾ മുതൽ മുടക്കുള്ള ആശ്രമങ്ങളിൽ കോടികൾ വിലയുള്ള കാറുകളിൽ കറങ്ങി നടക്കുന്നവർ. ഇതിനിടയിലാണ് അങ്ങ് സ്വയം ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, ആ വരുമാനം കൊണ്ട് അങ്ങ് ജീവിക്കുന്നു. ഒപ്പം പല ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന പലർക്കും ആശ്രയമായി മാറുകയും ചെയ്യുന്നു. എൻ്റെ ഗുരുനാഥനും സിദ്ധ സമ്പ്രദായം ഫോളോ ചെയ്തിരുന്നു. അദ്ദേഹവും ഒരു ഷുഗർ ഫാക്ടറി ജോലിക്കാരനായിരുന്നു. അദ്ദേഹം ഞങ്ങളെല്ലാവരും ശാസിക്കുന്നു, എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണം. നമ്മളെ ആരുടെയും മുന്നിൽ ആശ്രിതരായി നിൽക്കരുത്. ഈശ്വരനെ അതോടുകൂടി നിങ്ങൾ കണ്ടെത്തുകയും വേണം. ഈശ്വരനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഈശ്വരനെ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ സ്വന്തമായി അധ്വാനിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നമ്മളിലുണ്ടാകുന്ന പല അറിവുകളും നമ്മളിലൂടെ തേടി വരുന്നവർക്ക് നമ്മൾ പങ്കുവയ്ക്കുന്നു. ബാബുസ്വാമിയുമായുള്ള ഈ അഭിമുഖം പ്രകൃതി പോലും ആഗ്രഹിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. മഴ കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് മാറിയിരുന്നാലോ? ആയിക്കോട്ടെ.